അപ്പോൾ നമുക്ക് ചെന്നൈ അമ്പത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയക് ചർച്ചിലോട്ട് പോവാം. പള്ളി നിൽക്കുന്ന ആരാന്നറിയോ? നമ്മുടെ മനേഷ് മൂർത്തിയാണ്. അപ്പം എന്താണ് അവിടെ കാഴ്ച? അവിടെ വൈബായോ, ആഘോഷമായോ മനേഷ്? ഹാഷ്മി, ഗുഡ് ഈവനിങ്. നമ്മളുള്ളത് അമ്പത്തൂരിലാണ്. അമ്പത്തൂരിൽ ഇപ്പോൾ ഏകദേശം ഈ ക്രിസ്മസ് പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിലേക്ക് ഈ പള്ളി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടേക്ക് നേരത്തെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കും. പ്രത്യേക പൂജകളെല്ലാം അല്ലെങ്കിൽ പ്രത്യേക ആരാധനകളെല്ലാം തന്നെ പൂർത്തീകരിക്കും. നേരത്തെ വൈകിട്ടോടുകൂടി പ്രദക്ഷിണം നടന്നിരുന്നു ഇവിടെ. അതിനുശേഷം തീജ്വാല ശുശ്രൂഷ, അതുപോലെ തന്നെ സ്ലീപാരാധന തുടങ്ങിയ ചടങ്ങുകളെല്ലാം തന്നെ നടന്നു. 9:30 പൂർണ്ണമായും തന്നെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം അവസാനിക്കും. നമ്മൾ പാതിര കുർബാന എന്ന അർത്ഥത്തിൽ പറയുന്ന കുർബാന ഇവിടെ നേരത്തെ ആണ് ചെയ്യുക. ഓർത്തഡോക്സ് ചർച്ചാണ് ഇവിടെ നേരത്തെയാണ് ഉണ്ടാവുക. ചെന്നൈയിലെ ഭൂരിഭാഗം പള്ളികളിലും സമാനമായ രീതിയിലാണ് ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. ആ രീതിയിലാണ് എന്തായാലും ഇവിടെയുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ധാരാളം മലയാളികളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് അമ്പത്തൂർ എന്നുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏരിയയാണ്. റെയിൽവേ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ധാരാളം മലയാളികളുണ്ട്. അവരെല്ലാം തന്നെ ഈ ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് സ്ലീപാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേക കുർബാന, പാട്ടുകുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നു. 9:30 കൂടി ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അല്ലെങ്കിൽ ഇവർ സാധാരണ നിലയിൽ ഇവിടെ എല്ലാ പള്ളികളിലും അങ്ങനെയാണ്. ഇപ്പോൾ അമ്പത്തൂരിൽ മാത്രമല്ല, ചെന്നൈയിൽ കിൽപോക്കാണെങ്കിലും അതുപോലെ ആവടി പോലുള്ള മേഖലകളിലാണെങ്കിലും എല്ലായിടത്തും സമാനമായ രീതിയിലുള്ള പള്ളികളിൽ ശുശ്രൂഷകളെല്ലാം തന്നെ നടക്കും. എല്ലായിടത്തും 9:30 അല്ലെങ്കിൽ പരമാവധി 10 മണിയോ ആണ് ഒരു സമയമെന്ന് പറയുന്നത്. ആ സമയത്തോടു കൂടി തന്നെ ആരാധനകളെല്ലാം തന്നെ അവസാനിക്കും. എല്ലാവരും നാളെ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. എല്ലാ ഒരുക്കങ്ങളും എല്ലാം ഇവർ നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട ആരാധനകളും എല്ലാം പുരോഗമിക്കുകയാണ് ചെന്നൈയിലും. ഓക്കെ താങ്ക് യു മനീഷ് മൂർത്തി. അമ്പത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.